എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് 2000 രൂപ വീതം ക്ഷേമ പെൻഷനായിട്ട് ലഭിക്കുന്നവർ അറിയേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാകുന്നതിനുള്ള കാലയളവ് 6 മാസം കൂടി നീട്ടിയതായിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഈ ഒരു 6 മാസ കാലയളവിനുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തവരുടെ പെൻഷൻ തടയരുത് എന്നും ധനകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടില്ലാത്തവർ അത് ഹാജരാക്കണമെന്ന് കാണിച്ചുകൊണ്ട് 2025 മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. 2025 ഡിസംബർ 31 വരെയാണ് സമയം നൽകിയിരുന്നത്. 62 ലക്ഷത്തിൽ പരം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇനിയും 2.53 ലക്ഷം പേർ മാത്രമാണ് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തത്. 2019 ഡിസംബർ 31 വരെ പെൻഷൻ ഗുണഭോക്താക്കളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരിലാണ് ഇത്രയും പേർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുവാനുള്ളത്. ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാകുവാനുള്ള സമയമാണ് 6 മാസം കൂടി നീട്ടിയതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി 2026 ജൂൺ 30 വരുമാന സർട്ടിഫിക്കറ്റ് ഇത്തരക്കാർക്ക് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായിട്ടില്ല. ഒരിക്കലെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയവർക്ക് ഇപ്പോൾ നൽകേണ്ടതായിട്ട് വരുന്നതല്ല. അതേസമയം ഒരു പ്രാവശ്യം പോലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത 2.5 ലക്ഷത്തോളം പേർക്കാണ് ഇപ്പോൾ 6 മാസം കൂടി വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായിട്ട് സമയം നീട്ടി നൽകിയിരിക്കുന്നത്. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് അർഹത ഉണ്ടായിരിക്കുന്നത്. വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിനാണ് നൽകേണ്ടത്. അതേസമയം 2026 വർഷത്തിലെ ആദ്യ ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ അടുത്തയാഴ്ച സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഈ മാസം 20 കടമെടുപ്പ് ഉണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത്. ഈ മാസം 20 കടമെടുപ്പ് കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. 24-ാം തീയതി 4-ാം ശനിയാഴ്ചയുടെ അവധിയും 25-ാം തീയതി ഞായറാഴ്ച അവധിയും തുടർന്ന് 26-ാം തീയതി റിപ്പബ്ലിക് ഡേ അവധിയും 27-ാം തീയതി ബാങ്ക് പണിമുടക്കുമാണ്. അതിനാൽ തന്നെ അതിന് മുമ്പായിട്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഏകദേശം പൂർത്തീകരിക്കുവാനാണ് സാധ്യതയുള്ളത്. വീടുകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവർക്കും ഈ ഒരു ദിവസങ്ങളിലായിട്ട് തന്നെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. ജനുവരി 29 സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുകയാണ്. അതിന് മുമ്പായിട്ട് തന്നെ ഈ വർഷത്തെ ആദ്യ 2000 രൂപ ക്ഷേമ പെൻഷന്റെ വിതരണം ഏകദേശം പൂർത്തീകരിക്കുവാനാണ് സാധ്യതയുള്ളത്. ബഡ്ജറ്റിൽ 2000 രൂപ ക്ഷേമ പെൻഷനിൽ ഒരു വർധനവ് വരുത്തുവാനുള്ള സാധ്യത കൂടിയുണ്ട്. എല്ലാവിധ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.